ഇത് സൂപ്പറാ, ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചെട്ടിനാട് പെപ്പർ ചിക്കൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ മല്ലി, 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ വലിയ ജീരകം, 3 സ്പൂൺ കുരുമുളക്, 5 വറ്റൽമുളക് ഇട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്നും മുഴുവനായിട്ടുള്ളതില്ലെങ്കിൽ പൗഡർ ആയാലും ആഡ് ചെയ്തിട്ട് ഒന്ന് ലൈറ്റായിട്ട് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് പൗഡറാക്കി മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. വേറൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് താളിച്ചതിന് ശേഷം 3 സവോള പൊടിപൊടിയായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. പെട്ടെന്ന് ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്ത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അടപ്പിട്ട് വേവിച്ചെടുക്കാം. വെന്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നേരത്തെ പൗഡറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മസാലപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5-6 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. എരിവ് തീരെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പൊടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ പെപ്പർ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെട്ടിനാട് പെപ്പർ ചിക്കനാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് കറിവേപ്പിലയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് കറിവേപ്പില എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. വായിൽ വെള്ളം ഊറാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് പറയാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.